നിങ്ങൾ ഈ വാർത്ത ഒന്ന് കേട്ടു നോക്കിയേ. പോക്സോ കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്ന മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയായ ഫിലിപ്പ് മമ്പാടാണ് പിടിയിലായത്. എസ് മഹേഷ് കുമാർ ചെയ്യുകയാണ്. മഹേഷ്, ഒരുപാട് വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണോ ഇപ്പോ ഈ ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചതെന്നാണോ മനസ്സിലാവുന്നത്? എന്താണ് ഈ കേസിലേക്ക് നയിച്ച സാഹചര്യം? അനൂപ്, ഈ ഫിലിപ്പ് മമ്പാടിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. കോഴിക്കോട് ചേവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പോക്സോ കേസാണ്. 16 വയസ്സുകാരിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ കൌൺസിലിംഗിനായി ഫിലിപ്പ് മമ്പാടിന്റെ അടുത്ത് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കൌൺസിലിംഗ് നൽകുന്നതിനിടയിൽ കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി പീഡനത്തിനിരയാക്കി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. രക്ഷിതാക്കൾ കൌൺസിലിംഗിന് വേണ്ടിയും ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ്. അതുകൊണ്ട് കുട്ടിയെ അല്പം കൂടി കുട്ടിയുടെ ഒരു മാനസിക നില മെച്ചപ്പെടുത്താനൊക്കെ വേണ്ടിയാണ് കൊണ്ടുപോയാക്കിയത്. പക്ഷേ ബോധപൂർവം കാസർഗോഡ് കാഞ്ഞങ്ങാട് കൊണ്ടുപോയി പീഡനത്തിനിരയാക്കി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഫിലിപ്പ് മമ്പാട് അറിയപ്പെടുന്ന മോട്ടിവേഷൻ സ്പീക്കറാണ്. മാത്രവുമല്ല, പ്രത്യേകിച്ച് ലഹരിക്കെതിരെ സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പോയി ക്ലാസ് എടുക്കുന്ന ആളാണ്. പോലീസ് സർവീസിലായിരുന്നു. പോലീസ് സർവീസിൽ നിന്നും സ്വയം വിരമിച്ചതാണ്. 2025 സെപ്റ്റംബർ 3 ഈ കുട്ടിയെ കാസർഗോഡ് കാഞ്ഞങ്ങാട് എത്തിച്ചതും 21 ദിവസം അവിടെ മുറിയെടുത്തു പീഡനത്തിനിരയാക്കി എന്നാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്. ഈ പരാതി പ്രകാരമാണ് ഇപ്പോൾ പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മമ്പാട് കാരച്ചാലിലെ വീട്ടിൽ നിന്നാണ് ഇന്നലെ രാത്രി ഫിലിപ്പ് മമ്പാടിനെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം നിലമ്പൂർ പോലീസ് സ്റ്റേഷനാണുള്ളത്. അല്പസമയത്തിനകം കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. പോലീസ് സർവീസിലിരിക്കെ TV ഷോകളിലും അതുപോലെ തന്നെ ഈ മോട്ടിവേഷൻ സ്പീക്കൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നയാളാണ് ഫിലിപ്പ് മമ്പാട്. അതിനുശേഷം പോലീസ് തന്നെ പലപ്പോഴും ഈ നേരത്തെ ഫിലിപ്പ് മമ്പാടിനെ മാറ്റി നിർത്തിയ ഈ മോട്ടിവേഷൻ സ്പീക്കും ഒക്കെയായി നടക്കുന്ന ചുമതല പോലീസിന്റെ ചുമതല മാത്രം നിർവഹിച്ചാൽ മതി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സ്വയം വിരമിച്ച് ഫിലിപ്പ് മമ്പാട് പൂർണ്ണമായിട്ടും മോട്ടിവേഷൻ സ്പീക്ക് എന്നത് ഒരു തൊഴിലായിട്ട് പ്രൊഫഷനായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ കേസും ഈ കുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു ഇപ്പോൾ കസ്റ്റഡിയിലായതും. നിങ്ങൾ കേട്ടില്ലേ? ഇദ്ദേഹം ലഹരിക്കെതിരെ ശക്തമായി ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇദ്ദേഹം ഇപ്പോൾ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി എന്ന വിവരമാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇദ്ദേഹത്തെ ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നല്ല. ഞാനൊരാണായതുകൊണ്ടാണ് ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ നിങ്ങൾ ഈ വാർത്ത കേട്ടോ? ആ വാർത്തയിൽ പറയുന്നത് 2025 സെപ്റ്റംബറിലാണ് ആ പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഫെബ്രുവരി പകുതിയോളമായി, ഏകദേശം 5 മാസത്തോളമായി. ഈ 5 മാസത്തിന് മുമ്പ് നടന്നത് അന്നേരം ഈ കുട്ടി അറിഞ്ഞില്ലേ അത് പീഡനമാണ് എന്നുള്ളത്? ഇപ്പോഴാണോ അത് പീഡനമാണെന്ന് അറിഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ വെറും പ്രഹസനമാണ്. ഒരു മനുഷ്യൻ 10 ആളുകൾ അറിയുന്ന ലെവലിൽ എത്തുമ്പോൾ ആ ആണിനെ തകർത്തെറിയാൻ വേണ്ടി ഓരോ പെണ്ണുകളും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. എല്ലാ പെണ്ണുങ്ങളുടെയും കാര്യമല്ല, ഒരു വിഭാഗം പെണ്ണുങ്ങൾ. അതിന്റെ മറ്റൊരു തെളിവാണ് ഇപ്പോൾ ഈ കാണുന്നത്. പക്ഷെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കണം. അദ്ദേഹത്തിന് ഇപ്പോൾ വെളുപ്പിക്കാനോ ന്യായീകരിക്കാനോ ഒന്നും സംസാരിക്കുകയല്ല. ഇപ്പോൾ നിലവിൽ ഇതിനു മുമ്പേ നടന്ന സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം, നേരത്തെ ആസിഫ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഒരു പുരുഷന്റെ ജീവിതം തകർത്തു. ഷിംജിത എന്ന് പറയുന്ന ഒരു പെണ്ണ് ഒരു പുരുഷനെ കൊലക്കി കൊടുത്തു. ഇപ്പോൾ ഈ 16 വയസ്സുള്ള ഒരു കുട്ടി മൂരാരി എന്ന് പറയുന്ന ഒരു പൂജാരിയുടെ ജീവിതം തകർത്തു. ഇപ്പോൾ അടുത്ത കാഴ്ച. ഇതിനെല്ലാം തക്കതായ തെളിവുണ്ടോ ചോദിച്ചാൽ ഇല്ല. വെറും പെണ്ണിന്റെ മൊഴി മാത്രം വിലക്കെടുത്തിട്ടാണ് ഈ ആണുങ്ങളെ ഇങ്ങനെ ക്രൂരമായി ശിക്ഷിക്കുന്നത്. ഇവരെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുഭവിക്കണം, ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൽ ഭൂരിഭാഗവും ആണുങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി 10 ആളുകൾ അറിയുന്ന പബ്ലിക്കിന്റെ മുമ്പിൽ ഒന്ന് അറിയപ്പെടുന്ന ഒരാളായി മാറുമ്പോൾ അവനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില പെൺവർഗ്ഗങ്ങളാണ്. അവർക്കറിയാം തങ്ങളുടെ വാക്കിനെ ഇവിടുത്തെ നിയമവും ഭരണകൂടവും വില കൊടുക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവരാണ് ഈ തോന്നിവാസം കാണിച്ച് മുമ്പോട്ടിറങ്ങുന്നത്. ഇനിയുള്ള കാലത്ത് ആണിനില്ലാത്ത ഒരു നീതിയും ഒരു പെണ്ണിനും കിട്ടാൻ പാടില്ല. അതിനുവേണ്ടി എല്ലാ ആണുങ്ങളും രംഗത്തിറങ്ങി ഒറ്റക്കെട്ടായി നിൽക്കണം. ഇവിടെയാണ് ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുരുഷ കമ്മീഷന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന രാഹുൽ ഈശ്വറിനോടൊപ്പം നമ്മൾ എല്ലാവരും അണിചേരുക. ഇല്ലെങ്കിൽ വരും കാലങ്ങളിൽ ആണിന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും.